പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ദിശ കരിയർ എക്സ്പോ മിനി ദിശ 2024 ഡിസംബർ 6-7 തീയതികളിൽ വടകര സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഇന്ത്യയിലെയും വിദേശത്തെയും ഉന്നത വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചും പാരമ്പര്യ നൂതന കോഴ്സുകളെക്കുറിച്ചും വിവിധ കരിയർ സാധ്യതകളെക്കുറിച്ചും അടുത്തറിയാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ദിശ കരിയർ എക്സ്പോ ആയ മിനി ദിശ 2024 ഡിസംബർ 6-7 തീയതികളിൽ വടകര സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സ്ഥാപനങ്ങളുടെ 20-ലധികം സ്റ്റാളുകൾ, അവരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം, വിവിധ കരിയർ സെഷനുകൾ, പ്രമുഖർ നയിക്കുന്ന സെമിനാറുകൾ, കരിയർ കൗൺസിലിംഗ്, കേഡാറ്റ് അഭിരുചി പരീക്ഷ, കരിയർ എക്സിബിഷൻ എന്നിവ ചേർത്തൊരുക്കിയ എക്സ്പോ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രയോജനപ്പെടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മിനി ദിശ എന്ന പേരിൽ വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ വർഷം മുതൽ ആരംഭിച്ചത്. കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന അടിസ്ഥാനത്തിൽ ദിശ എന്നൊരു പ്രോഗ്രാം നടക്കാറുണ്ട്. ഈ വർഷത്തെ പ്രോഗ്രാം തൃശ്ശൂരിൽ അവസാനിച്ചു. തേക്കിൻകാട് മൈതാനത്തിലായിരുന്നു. അതിലേതാണ്ട് 5 ദിവസത്തെ വലിയൊരു ഇവന്റ് ആയിരുന്നു. അതിൽ 72ഓളം സ്ഥാപനങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. ഇവിടെ നമുക്ക് നാളെ ഈ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള 15ഓളം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമാണ് നാളെ ഇവിടെ സ്റ്റാള് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ 100-ലധികം കരിയർ സാധ്യതകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സെമിനാറുകളും അതിനനുസരിച്ചുള്ള മറ്റ് സംവിധാനങ്ങളും നാളെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പ്രധാനമായും കുട്ടികളുടെ അഭിരുചി അറിയുന്നതിന് വേണ്ടി കേഡാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഡയറക്ടറേറ്റ് നടപ്പിലാക്കുകയും അതിന് നമ്മൾ നാളെ ഇവിടെ കുട്ടികൾക്ക് കേഡാറ്റ് നാളെ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന് നേരത്തെ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 48 വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് നമ്മൾ നേരത്തെ പേര് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റാൾ വിസിറ്റിനും സെമിനാറിനും നമ്മൾ ആളുകളെ തയ്യാറാക്കിയിരിക്കുന്നത്. അതേപോലെ കേഡാറ്റിനും കുട്ടികൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 5000ഓളം ആളുകൾ സ്റ്റാൾ വിസിറ്റും ഏതാണ്ട് അത്ര തന്നെ കുട്ടികൾ വിവിധ സെഷനിലായിട്ട് നാളെയും മറ്റന്നാളുമായി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കും. ഇത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ദിശ ഹയർ സ്റ്റഡി എക്സ്പോ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ ഒരു രൂപമാണ് മിനി ദിശ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 41 വിദ്യാഭ്യാസ ജില്ലയിലും ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കാനായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി വിശാലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയുടെ സമാപന സമ്മേളനം കോഴിക്കോട് RDD സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.